തൃശൂർ ആകാശവാണി നിലയത്തിൽ ആദ്യം എത്തിയ സ്റ്റാഫ് അനൗൺസർ രാധാലക്ഷ്മി. 65 ഏപ്രിൽ 21 തൃശ്ശൂർ ജോയിൻ ചെയ്യുന്നത്. GPS നായരായിരുന്നു തിരുവനന്തപുരത്ത്. പിന്നെ ഇന്റർവ്യൂ ഇതൊക്കെ GPS നായരും ഒക്കെ ആയിരുന്നു. പിന്നാലെ എത്തി പി പത്മരാജനും വെൺമണി വിഷ്ണുവും. 26 പത്മരാജൻ വന്നത്. മെയ് 1 വെൺമണി വിഷ്ണു വന്നു. വെൺമണി വിഷ്ണു സ്വന്തം ഒരു ആങ്ങളെ പോലെയായിരുന്നു. വളരെ വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 അനൗൺസേഴ്സ്. അവിടെ വലിയ സ്റ്റുഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എഞ്ചിനീയറിംഗ് അസിസ്റ്റൻസും ടെക്നീഷ്യൻസും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. സത്യഭാമയായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് അവിടെ വന്നത്. ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായിട്ട് RSI, പിന്നെ ശിവശങ്കരൻ വന്നു, പിന്നെ ഒരു റെഡ്ഡി ഉണ്ടായിരുന്നു. ആദ്യത്തെ ഓർമ്മ എന്താണെന്ന് വെച്ചാൽ ആകാശവാണി തൃശ്ശൂർ എന്ന് ആദ്യം അനൗൺസ് ചെയ്ത ഉടനെ ഇത് ഓഫ് ചെയ്യാതെ ചോദിച്ചു, ഞാൻ പറഞ്ഞത് ശരിയായോ എന്ന് ചോദിച്ചാൽ ലോകം മുഴുവൻ കേട്ടു. അതാണ് ആദ്യത്തെ എൻ്റെ. പിന്നെ ഒരുപാട് തെറ്റുകൾ. തുടക്കക്കാരി ആയതുകൊണ്ട് എനിക്ക് ഒരു പിടിയില്ല. കോളേജിൽ നിന്ന് പാസ്സായിട്ടേ ഉള്ളൂ. പത്മരാജൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു തെറ്റും സംഭവിക്കുകയില്ല. ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നുണ്ട്. ഒരു തെറ്റും ഇല്ലാതെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. എഴുതുന്നതായാലും സംസാരിക്കുന്നതായാലും അനൗൺസ് ചെയ്യുന്നതായാലും പ്രോഗ്രാം അവതരിപ്പിക്കുന്നതായാലും എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുമായിരുന്നു. എനിക്ക് അതിന് ഒട്ടും പറ്റുകയില്ലായിരുന്നു. ഒരു വർഷമേ ഞാൻ ആകാശവാണിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. ആ ഒരു വർഷം കൊണ്ട് പത്മരാജനുമായിട്ടുണ്ടായ ബന്ധത്തിന്റെ പേരിൽ പിന്നെ വീട്ടിൽ നിന്ന് ജോലി റിസൈൻ ചെയ്യിച്ച് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമായിരുന്നു. ഒരു പക്ഷേ ഇന്നസെൻസ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ഒരു വീട്ടിത്തരം ആണോ അദ്ദേഹത്തിനെ ആകർഷിച്ചതെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ തമ്മിൽ വളരെ ഇഷ്ടമായി. അതുപോലെ ഞങ്ങൾ തമ്മിൽ അടുപ്പമാണ് എന്നറിഞ്ഞ് വീട്ടിൽ നിന്ന് എന്നെ അമ്മയും ചേട്ടനും കൂടി വന്ന് ഇനി മതി ജോലി ചെയ്യേണ്ട എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. അന്ന് ജയപാലൻ എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു സ്റ്റേഷൻ എഞ്ചിനീയർ എന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്ത് ജോലിക്കൊന്നും ആരും പോയിട്ടൊന്നുമില്ല. വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. പുറത്ത് പോയി ഒരു പയ്യനുമായിട്ട് പ്രേമം എന്നൊക്കെ അറിയുമ്പോൾ വീട്ടുകാർക്ക് തീരെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാലമായിരുന്നില്ല. അതുകൊണ്ട് ഇത് അറിഞ്ഞ ഉടനെ വീട്ടിലെ എൻ്റെ കസിൻസ് അച്ഛനെ അറിയിച്ചു. അച്ഛനൊന്നും പറഞ്ഞില്ല. പക്ഷെ അമ്മയും ചേട്ടനും വന്ന് വേണ്ട, ഇനി അവിടെ ജോലി ചെയ്യേണ്ട, വീട്ടിലിരുന്നാൽ മതി, പാട്ട് പാടിക്കൊണ്ടിരുന്നാൽ മതി എന്നും പറഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പോൾ വിധിയായിരിക്കും.